അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഇപ്പോൾ CPM-ന്റെ പ്രതിനിധി പറഞ്ഞു വെക്കുന്നത്, ലെഫ്റ്റിന്റെ പ്രതിനിധി പറഞ്ഞു വെക്കുന്നത് ഇതൊരു പാഴ് പ്രഖ്യാപനം മാത്രമാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്, ഇതൊന്നും കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് സതീഷ് വസന്ത് പറയുകയാണ്. BJP-യുടെ മറുപടി അല്ല, എന്താ അറിയോ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് കേട്ടൊരു ചിരി വന്നു. കാരണം ത്രിപുരയിൽ എങ്ങനെ ജയിച്ചു എന്ന് ചോദിച്ചപ്പോൾ പൈസ കൊടുത്ത് ജയിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1993 മുതൽ 2018 വരെ 25 കൊല്ലം അടുപ്പിച്ച് ഭരിച്ചു. അതിനു മുമ്പ് 88 പിന്നോട്ട് പോയാൽ, അതായത് നൃപൻ ചക്രവർത്തിയുടെ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 10 വർഷം അവർ തുടർച്ചയായി ഭരിച്ചു. അത് 78 മുതൽ 88 വരെയും 93 മുതൽ 2018 വരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായി ഭരിച്ച സംസ്ഥാനമാണ് ത്രിപുര. അവിടെ ഇത്രയും വർഷം ഭരിച്ചിട്ടും ജനങ്ങൾ പൈസ വാങ്ങി വോട്ട് ചെയ്യുന്ന അവസ്ഥയിൽ എത്തിക്കുകയാണോ ചെയ്തത്? അപ്പൊ ആ ഭരണത്തിന് എന്തോ തകരാറുണ്ടല്ലോ, ആ ഭരണത്തിന് രൂക്ഷമായ എന്തോ പ്രശ്നമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പറയരുത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ ഇടിച്ചു താഴ്ത്തുന്നതിന് തുല്യമാണ്. അപ്പോൾ അതൊന്ന്. രണ്ട്, രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സാഹചര്യങ്ങളാണ് ഉള്ളത്. ആ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അവിടുത്തെ രാഷ്ട്രീയം രൂപാന്തരപ്പെടുക. ചില പാർട്ടികൾ തകരുന്നതും ചില പാർട്ടികൾ വളരുന്നതുമൊക്കെ ആ സംസ്ഥാനത്തിന്റെ പ്രത്യേക ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിന് നമുക്ക് മുൻകൂട്ടി കാണാനൊന്നും പറ്റില്ല. കാരണം 2013, 15, 20 തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന എവിടുന്നോ ഒരു പാർട്ടി വന്നിട്ട് അധികാരം പിടിച്ചെടുത്തത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതൊക്കെ ഒരു ഡൈനമിക്സ് ആണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ, ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഡൈനമിക്സ് ആണ്. അപ്പൊ അങ്ങനെ നമ്മളൊരു പ്രവചനം നടത്തുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിന് റേഷണലി വേണം, യുക്തി വേണം. ഇപ്പൊ അമിത്ഷാ പറഞ്ഞത് എടുത്തു നോക്കൂ. അദ്ദേഹം എന്താ പറഞ്ഞത്? BJP അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് പിടിക്കണം. അപ്പോൾ ഇപ്പോൾ BJPക്ക് എത്രയാണ് ഉള്ളത്? അതായത് NDAക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19.7 സംതിങ് ആണ്. അതായത് ഏതാണ്ട് 20% വോട്ടാണ്. അപ്പോൾ ആ പാർട്ടി പറയുന്നത് 40 പിടിക്കണം എന്നല്ല, ഇനി 30 പിടിക്കണം എന്നുമല്ല, 25 പിടിക്കണം എന്നാണ്. 25, ഒരു 19 മാർക്കുള്ള ഒരു കുട്ടി പറയുന്നു അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ 25 പിടിക്കുന്നു. അപ്പൊ അതിലൊരു എന്താ പറയാ, യുക്തിരഹിതമായ ഒന്നുമില്ല. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് 21,000 അസംബ്ലി വാർഡുകളിൽ, പഞ്ചായത്ത്, പിന്നെ ബ്ലോക്ക്, ജില്ല, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള 10-26,000 വാർഡുകളുണ്ട് കേരളത്തിൽ. 26,000-ഓളം വാർഡുകളുണ്ട്. അതിൽ 21,000 വാർഡുകളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കണം. ഇതാണ് അദ്ദേഹം പറയുന്നത്. വളരെ യുക്തിസഹമായ ഒരു നിർദ്ദേശമാണ്. അപ്പൊ അതിന് നമ്മൾ ഒരു എന്താ പറയാ, മരപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നൊക്കെ പറയുന്നത് അത് കടന്ന കൈയാണ്. കാരണം അദ്ദേഹം കടന്ന കൈയല്ല പറഞ്ഞത്, വളരെ റേഷണലായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിനൊരു അടിസ്ഥാനപരമായ കാരണവും പറഞ്ഞു. 2014 കാലഘട്ടത്തിൽ 11% വോട്ടാണ് BJPക്ക് കേരളത്തിൽ കിട്ടിയത്. 2016 ആയപ്പോൾ അത് 16% വോട്ടായി വർദ്ധിച്ചു. 19 ആയപ്പോൾ അത് ഇപ്പോൾ 24 ആയപ്പോൾ അത് 20% വർദ്ധിച്ചു. അപ്പൊ ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഉയർത്തി അത് അടുത്ത 5-6 മാസം കഴിഞ്ഞ് കേരളത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അത് 25 ആക്കണം എന്ന് പറയുന്നു. അതാണ് അതിൻ്റെ ഒരു യുക്തി. ഇനി അതിന് അനുകൂലമായ കാര്യങ്ങൾ കേരളത്തിലുണ്ടോ? ഉണ്ട്. അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള കാര്യം, അതായത് BJPക്ക് വളരാൻ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ, പരിപാടികൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലുണ്ടോ? കേരളത്തിലെ സർക്കാരിനെതിരെ എന്താ പറയാ, ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിക്ക് ആ ഭരണവിരുദ്ധ വികാരം സമ്പൂർണമായി തങ്ങൾക്ക് അനുകൂലമാക്കാൻ സാധിക്കുന്നുണ്ടോ? അതും ചർച്ച ചെയ്യാം. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 790 വോട്ട് കുറഞ്ഞതാണ് ആർക്ക്? UDFന്. 2021 കിട്ടിയതിനേക്കാൾ 790 വോട്ട് UDFന് കുറഞ്ഞതാണ്.
അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് മാത്രം അനുകൂലമാക്കി 100% അല്ലെ 90% തങ്ങൾക്ക് അനുകൂലമാക്കാൻ UDF സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല എന്നാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. അപ്പൊ ആ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ.